രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് വരാനുള്ള ഒരുക്കത്തിലാണ് ഞാൻ. പ്രത്യേകിച്ച് എറണാകുളത്ത് ജോലി ചെയ്തുകൊണ്ട് നേരത്തെ തന്നെ ഇറങ്ങണം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ട്രാഫിക്കാണ്. ഈ ട്രാഫിക്കിന്റെ ഇടയിൽ കൂടെ മഴയും കൂടെ പെയ്തു കഴിഞ്ഞാൽ ബൈക്കുകാരുടെ കാര്യത്തിന് തീരുമാനമായി. പിന്നെ വണ്ടി സ്റ്റാർട്ട് ആയപ്പോൾ കണ്ടത് പെട്രോളിന്റെ സിഗ്നലാണ്. ഇത് കണ്ടപ്പോൾ തന്നെ ചങ്കൊന്നിടിച്ചു. മാസാവസാനാണ്. ഇന്നാണെങ്കിൽ ട്രാഫിക് ഇല്ല. എറണാകുളത്ത് ഇങ്ങനത്തെ ഒരു അത്ഭുതം നമുക്ക് വല്ലപ്പോഴേ കാണാൻ പറ്റും. എറണാകുളത്താണെങ്കിൽ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് കിട്ടും, പക്ഷെ തെരഞ്ഞ് കണ്ടുപിടിക്കേണ്ടതാണ്. അങ്ങനെ ഓഫീസിലെത്തി. ഇന്ന് ഞാൻ വളരെ എക്സൈറ്റ്മെന്റ് ആണ്. എന്താന്നല്ലേ, വൈകിട്ട് ഗ്രാൻഡ് ഹയത്ത് കൊച്ചി വെച്ച് ഒരു മീറ്റപ്പ് ഉണ്ട്. എത്രയും പെട്ടെന്ന് എന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആക്കുക എന്ന ഒറ്റ ലക്ഷ്യമേ എനിക്കിപ്പോൾ ഉള്ളൂ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, എനിക്ക് കൊച്ചി എല്ലാ കാര്യത്തിലും ഓക്കെയാണ്. പക്ഷെ ഈ രണ്ട് കാര്യത്തിൽ വെച്ച് എന്താന്നല്ലേ, ട്രാഫിക്കും മഴയും, ഈ രണ്ടും വന്നാൽ നമ്മൾ പെട്ടുപോകും. അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങി നേരെ ഞാൻ പോയത് കൊച്ചി ഗ്രാൻഡ് ഹയത്തിലോട്ടാണ്. കേരള സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഒരു B2B മീറ്റപ്പിനാണ് എനിക്ക് ഇൻവൈറ്റ് കിട്ടിയത്. എന്നെ സംബന്ധിച്ച ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റി ആണിത്. ഞങ്ങളുടെ കമ്പനി റെപ്രസെന്റ് ചെയ്ത് എനിക്ക് പോകാനും പറ്റി, അതുമല്ലാതെ കോർപ്പറേറ്റ് ലീഡേഴ്സിനെ കാണാനും പറ്റി. കമ്പനി ഡയറക്ടേഴ്സ്, ഫാക്കൽറ്റീസ്, HR ലീഡേഴ്സ് ഇവരെല്ലാം മീറ്റ് ചെയ്തൊരു മീറ്റപ്പ് ആയിരുന്നു. KDESCന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയതായിരുന്നു ഇത്. ആക്ച്വലി ഇതൊരു ഡിബേറ്റ്സും കൂടിയായിരുന്നു. അവിടെ പല ഏരിയകൾസായി പല പ്രോഗ്രാംസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാം ചുറ്റിക്കറങ്ങി കണ്ടപ്പോഴേക്കും ഒരു സമയമായി. നേരെ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. സമയം കുറവായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ഊബർ ബുക്ക് ചെയ്തായിരുന്നു. പുള്ളിക്കാരൻ അവിടെ എന്നെ നോക്കി വെയിറ്റിംഗ് ആണ്. അവിടുന്ന് നേരെ പോയത് ലുലുവിലോട്ടാണ്. വൈകിട്ട് ഹൃദയപൂർവ്വം കാണാൻ വേണ്ടി റിവിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. ഈ ചാരി നിൽക്കുന്ന ആളെ കണ്ടോ, ഇവരാണ് ജിഷ്ണു. കണ്ട ഭീകര ലുക്ക് ആണെങ്കിലും ആള് പാവമാണ്. ഞങ്ങൾ മൂവരും ഒരുമിച്ച് പഠിച്ചതാണ് കോളേജിൽ. നിങ്ങൾ ഹൃദയപൂർവ്വം കണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? ഒരു ഫാമിലി മൂവി അല്ലേ?